എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ളതും അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. നിലവിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കോളേജ് ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് 30-ാം തീയതിയാണ് ലാസ്റ്റ് അപ്ഡേറ്റ് നടന്നിട്ടുള്ളത്. ഇതിനു മുമ്പായിട്ട് ജൂലൈ 15-നും അതിനുശേഷം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് അതായത് ഓഗസ്റ്റ് 21-ാം തീയതിയും അതിനുശേഷം ഇപ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതുവരെ ഇതുവരെ ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ലഭിക്കാതിരുന്ന അതായത് പരിയാരം മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിഭാഗത്തിൽ ഇപ്പോൾ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി നഴ്സിംഗ് കോളേജിലും നിലവിൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പത്തനംതിട്ട ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ മാത്രമാണ് നിലവിൽ ഈ ഒരു അപ്രൂവൽ ലഭിക്കാതെ, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ലഭിക്കാത്തത്. അപ്പോൾ അത് പരിശോധന പൂർത്തിയായ ശേഷം ഈ ഒരു അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ .org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് institutions offering various programs inspected under section 13 and 14 INC Act found suitable for the academic year 2024-25 എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത് വേരിയസ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അതിൽ GNM ഉണ്ടാവും, അതുപോലെ ANM ഉണ്ടാവും, അതുപോലെ തന്നെ BSc നഴ്സിംഗ് ഉണ്ടാവും, MSc നഴ്സിംഗ് ഉണ്ടാവും. ഈ ഒരു രീതിയിലൊക്കെ എല്ലാവിധ കോഴ്സുകളുടെയും ആ ഒരു അപ്രൂവൽ ലിസ്റ്റാണ്. അപ്പോൾ ഇത് 30-ാം തീയതിയാണ് ഈ ഒരു ലിസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ഇനിയും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ അപ്രൂവൽ കിട്ടാതെ ആ ഒരു കോളേജുകളിലൊക്കെ പരിശോധന പൂർത്തിയാകുന്ന സമയത്ത് അവിടെ അപ്രൂവൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഏകദേശം 12 MB ഉണ്ട്. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തതുകൊണ്ട് ആ ഒരു ഡൗൺലോഡ് ചെയ്ത ആ ഒരു PDF നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ലിസ്റ്റ് ഓഫ് നഴ്സിംഗ്, അതായത് ഈ ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുള്ള വിവിധ കോഴ്സുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. നിലവിൽ കേരളത്തിലെ BSc നഴ്സിംഗ് കോഴ്സുകൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജുകളിൽ ഈ ഒരു അപ്രൂവൽ കിട്ടാതിരുന്നത് ഈ ഒരു പത്തനംതിട്ട, അതുപോലെ തന്നെ കണ്ണൂർ, അതുപോലെ തന്നെ ഇടുക്കി, അതുപോലെ വയനാട് എന്നിവിടങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പുതുക്കിയ ലിസ്റ്റ് പ്രകാരം നിലവിൽ ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ണൂർ കിട്ടിയിട്ടുണ്ട്. ഇനി പത്തനംതിട്ട അതുപോലെ വയനാട് കിട്ടിയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ അതിനായിട്ട് ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു സെർച്ച് ബാറിൽ സെർച്ച് ഐക്കണിൽ നിങ്ങൾ കേരള എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിലെ ഈ ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം ഏത് ജില്ലയിലെ ആ ഒരു കോളേജാണ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളേജിൻ്റെ മുകളിലല്ല, കോളേജിൻ്റെ ആ ഒരു മുമ്പിൽ ഈ ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഗവൺമെൻറ് കോളേജ്. അതുപോലെ തന്നെ സിമെറ്റ്, CPAS ഇവയും ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കോളേജാണ്. എന്നിരുന്നാൽ അത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അതുപോലെ തന്നെ അവിടെ ഈ ഒരു SC ST OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് സിമെറ്റും CPASലും അതുപോലെ ഗവൺമെൻറ് കോളേജിലും ഫീസ് ഒരേപോലെയാണോ എന്നുള്ളത്. ഒരേപോലെയല്ല. കാരണം ഈ ഒരു ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ചെറിയ പൈസ ആയിരിക്കും വരിക. അതായത് ഈ ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ വിഭാഗത്തിൽ വരുന്നതാണ്. എന്നാൽ ഈ ഒരു സിമെറ്റ് അതുപോലെ തന്നെ CPAS ഇവയാണെങ്കിൽ ഈ ഒരു ഗവൺമെൻറ്റിൻ്റേത് തന്നെയാണെങ്കിലും അത് അവിടെ ഫീസ് സെൽഫ് ഫിനാൻസ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകളാണ്. അപ്പോൾ അവിടെ SC ST അതുപോലെ OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. അപ്പോൾ എന്നാൽ ബാക്കിയുള്ളവർക്ക് ഈ ഒരു ഫീസ് ആനുകൂല്യം ഇല്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ ആ ഒരു കേരളത്തിലെ വിവിധ ജില്ലകളിലെ കോളേജുകളുടെ ആ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സെക്ടർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അതുപോലെ ആനുവൽ ഇൻടേക്ക് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു വർഷം എത്ര വിദ്യാർത്ഥികളെ ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ ആ ഒരു കോളേജിൽ നൽകാൻ പറ്റുമെന്നുള്ളതാണ് ആനുവൽ ഇൻടേക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏത് പ്രോഗ്രാംസിലാണ് അവിടെ ആ ഒരു പെർമിഷൻ, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്, ഏത് പ്രോഗ്രാംസിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ചില കോളേജ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് GNM കാണാം, അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സ് കാണാം. അപ്പോൾ ഈ രീതിയിൽ അതുപോലെ തന്നെ ചില കോളേജിൽ നിങ്ങൾക്ക് MSc നഴ്സിംഗ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ പരിശോധിക്കാം. ഇപ്പോൾ ഇത് എറണാകുളത്തേതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കുന്നത് ഈ ഒരു ഇടുക്കിയിലേതാണ്. അപ്പോൾ ഇടുക്കി ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇടുക്കി നോക്കുന്ന സമയത്ത് ഇവിടെ കാണാം ഒരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ഇടുക്കി. അവിടെ അതായത് വിദ്യാർത്ഥികൾക്ക്, അതായത് എത്ര വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഓഫ് കേരള, അതുപോലെ ഇടുക്കി, അതുപോലെ തന്നെ ഗവൺമെൻറ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സെക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ് സെക്ടറിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രസ്റ്റ് നെയിം ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ BSc നഴ്സിംഗ് കോഴ്സാണ്, 60 സീറ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഇടുക്കിയിലേത് ഈ ഒരു INCയുടെ അപ്രൂവൽ ലഭിച്ചിട്ടുണ്ട് ഇടുക്കിയിലെ കോളേജിന്. അത് മുൻപ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഈ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് കണ്ണൂർ ജില്ലയിൽ നോക്കാം. കണ്ണൂർ ജില്ലയിൽ ആണെങ്കിൽ ഈ ഒരു പരിയാരം മെഡിക്കൽ കോളേജിലെ അതായത് BSc നഴ്സിംഗ് വിഭാഗത്തിലാണ് അപ്രൂവൽ കിട്ടാതിരുന്നത്. ഇപ്പോൾ അവിടെ അപ്രൂവൽ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് പരിയാരം, മെഡിക്കൽ കോളേജ് പരിയാരം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഇവിടെ അതിൻ്റെ ട്രസ്റ്റ് നെയിം അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസ്, അതുപോലെ തന്നെ ഇവിടെ
സെക്ടർ ഗവൺമെൻറ് കോളേജാണ്. അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത് എന്നുള്ളതാണ്. അതായത് BSc നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അതിൽ 50 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ MSc നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ 11 സീറ്റുകളാണുള്ളത്. ഈ രീതിയിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് അവിടെ ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്ത കോളേജ് നോക്കാം. അതായത് അടുത്തത് നോക്കുന്നത് ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് കാസർഗോഡ് അപ്രൂവ് ഉണ്ട്, 60 സീറ്റാണ് അവിടെ BSc നഴ്സിംഗ് ഉള്ളത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് കൊല്ലം ജില്ലയിൽ തന്നെ ഗവൺമെൻറ് കോളേജ് ഉണ്ട്, അതായത് അവിടെ GNMനാണ് 20 സീറ്റ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അതായത് ഇവിടെ ഗവൺമെൻറ് കോളേജിന്, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിന്, അതായത് അവിടെ ഈ ഒരു GNMന് 20 സീറ്റാണുള്ളത്. അതുപോലെ തന്നെ അപ്പോൾ അടുത്തതായിട്ട് കൊല്ലം ഗവൺമെൻറ് കോളേജിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ കൊല്ലം ഗവൺമെൻറ് കോളേജ് ജസ്റ്റ് കാണുന്നില്ല. കൊല്ലം ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് ഫോർ SC/ST എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് ആ ഒരു കോളേജിൽ ഈ ഒരു GNM കോഴ്സിന് 20 സീറ്റാണുള്ളത്. അപ്പോൾ കൊല്ലത്തുള്ള കോളേജിന് നിലവിൽ ഇപ്പോൾ ഈ ഒരു INCയുടെ അപ്രൂവൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ കൊല്ലത്തിലെ ആ ഒരു കോളേജിൻ്റെ ലിസ്റ്റ് കാണുന്നില്ല. ഒന്ന് എന്ന് പറയുന്നത് ഈ ഒരു GNM കോഴ്സിനും, അതുപോലെ തന്നെ രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ ഒരു BSc നഴ്സിംഗ് ആണ്. അതുപോലെ ഗവൺമെൻറ് സെക്ടറിലുള്ളതാണ്. എന്നാൽ അത് ഈ ഒരു CPAS ആണ്, അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൊല്ലത്തുള്ള ആ ഒരു കോളേജിന് നിലവിൽ കിട്ടിയില്ല. അപ്പോൾ അത് അവിടുത്തെ പരിശോധനകളൊക്കെ പൂർത്തിയാകുന്ന സമയത്ത് അവിടെ അലോട്ട്മെൻറ്റില്ല INC അപ്രൂവൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ നിലവിൽ ഈ ഒരു അതായത് പത്തനംതിട്ടയിൽ ഇപ്പോൾ അപ്രൂവൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ കോഴിക്കോട് ഇവിടെ ഗവൺമെൻറ് കോളേജിൽ MSc നഴ്സിംഗ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം 10 സീറ്റ്, MSc നഴ്സിങ്ങിന് 4 സീറ്റാണ് നിലവിൽ കാണുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജിൽ GNMനാണ് നിലവിൽ അപ്രൂവൽ കിട്ടിയതായിട്ട് കാണിക്കുന്നത്. അവിടെ BSc നഴ്സിങ്ങിന് കിട്ടിയതായിട്ട് അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ചില കോളേജിൽ ഇപ്പോഴും അപ്രൂവൽ കിട്ടാതെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉടൻ തന്നെ അപ്രൂവലുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് അവിടെ അപ്രൂവൽ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പത്തനംതിട്ട നോക്കുന്ന സമയത്ത് നിലവിൽ പത്തനംതിട്ടയിൽ BSc നഴ്സിങ്ങിന് ഒരു ഗവൺമെൻറ് കോളേജിൽ CPASൻ്റേതുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, അതുപോലെ തന്നെ അവിടെ ഈ ഒരു GNM കോഴ്സിനാണ് നിലവിൽ അപ്രൂവൽ കിട്ടിയുള്ളത്. BSc നഴ്സിങ്ങിന് അപ്രൂവൽ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം അവിടെ BSc നഴ്സിംഗ് കോഴ്സിൻ്റേത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ പത്തനംതിട്ടയിലും അതിൻ്റെ അപ്രൂവൽ കിട്ടാനുണ്ട്. അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിന് അപ്രൂവൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് വയനാട് നോക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് ഏകദേശം 90ഓളം സീറ്റാണ്, അത് 120 സീറ്റാണോ എന്നറിയില്ല. ജസ്റ്റ് തിരുവനന്തപുരത്ത് കൂടി നോക്കാം. തിരുവനന്തപുരത്ത് ഏകദേശം അതായത് ഈ ഒരു BSc നഴ്സിംഗിന് 190 സീറ്റാണ് ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്ന സീറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് അപ്പോൾ വയനാടായിരുന്നു മുമ്പ് കിട്ടാതിരുന്നത്. അപ്പോൾ അവിടെ വയനാട്ടിൽ ഇപ്പോൾ നിലവിൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. അതായത് 60 സീറ്റാണ് അവിടെ BSc നഴ്സിംഗ് കോഴ്സിന് വയനാട് ഈ ഒരു ഗവൺമെൻറ് കോളേജിലുള്ളത്. അപ്പോൾ നിലവിൽ ചില കോളേജുകളിൽ, അതായത് ഈ ഒരു പത്തനംതിട്ട, അതുപോലെ തന്നെ കൊല്ലം, അതുപോലെ തന്നെ മറ്റൊരു ജില്ല കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് കൊല്ലം കൂടാതെ വേറൊരു ജില്ല കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഈ ഒരു അപ്രൂവൽ കിട്ടാത്തതുണ്ട്. അപ്പോൾ അത് അപ്രൂവൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുന്ന സമയത്ത് അതിനും അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഇന്ത്യയിലെ വിവിധ കോളേജുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിലവിൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ നിലവിൽ അപ്രൂവൽ കിട്ടാത്ത കോളേജ് ഉണ്ടാവും. അപ്പോൾ അതിനുടൻ തന്നെ ഈ ഒരു നടപടികളൊക്കെ പൂർത്തിയാകുന്ന സമയത്ത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിലെ അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.